ലാൽകുമാർ, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ ഇതുവരെയുള്ള സംസ്ഥാന BJP രീതികളിൽ നിന്നും എന്ത് വ്യത്യാസമാണ് താങ്കൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്? നോക്കൂ, ഇത് പൂർണ്ണമായും BJPയുടെ ഒരു ആഭ്യന്തര കാര്യമാണ്. ആഭ്യന്തര കാര്യത്തെ ഒരങ്കുലം മാറി നിന്ന് നോക്കി കാണുന്ന ഒരാളുടെ അനാലിസിസ് എന്ന് മാത്രം കരുതിയാൽ മതി. ഞാനിതിനെ കാണുന്നു. നോക്കൂ, കേരളത്തിൽ അത്രയും വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയുള്ള പാരമ്പര്യമുള്ള മനുഷ്യനല്ല രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ കോമ്പീറ്റൻസ് കാണിച്ചിട്ടുള്ള ഫീൽഡുണ്ട്. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ്. അതിനകത്ത് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകളെ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. അങ്ങനെ കാണണ്ട, നമ്മൾ ആർക്കും അങ്ങനെ കാണേണ്ട കാര്യവുമില്ല. ഇവിടെ സംഭവിക്കുന്നത്, അദ്ദേഹം പല പ്രാവശ്യം പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം രാജ്യസഭയിലാണ് ജയിച്ചിട്ടുള്ളത്. ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പരാജയപ്പെടുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് ഒരാൾ വരുമ്പം ആ സംഘടനയുടെ താഴെ തട്ടിലിരിക്കുന്നവരെ വരെ കോൺഫിഡൻസിൽ എടുക്കാൻ കഴിയണം. ഇപ്പം യഥാർത്ഥത്തിൽ BJP ചെയ്തിരിക്കുന്നത്, എന്റെ അനുമാനമാണ്, യഥാർത്ഥത്തിൽ ഇവിടുത്തെ BJPക്ക് അകത്തുള്ള ഒരു ഇന്റേണൽ റിഫ്റ്റ് പല ഗ്രൂപ്പുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആ ഗ്രൂപ്പുകളിലേക്ക് ഒരു തേർഡ് പേഴ്സൺ, ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ടാണോ രാജീവ് ചന്ദ്രശേഖർ വന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം അങ്ങനെ ആണ് എന്ന് ഞാൻ സംശയിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന BJPയുടെ ഒരു പരിപാടിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. താങ്കൾ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ, എത്രയോ വർഷമായി. അങ്ങനെ ഒരു ഫെമിലിയർ ഫേസ് ഒന്നുമല്ല. അദ്ദേഹം ഇലക്ഷന് വന്നു, ഇലക്ഷന് മത്സരിച്ചു, വളരെ ശക്തമായി മത്സരിച്ചു, പരാജയപ്പെട്ടു, പിന്നെ പോയി. പരാജയപ്പെട്ട ശേഷം, ഞാനത് ഓർമ്മിപ്പിക്കാം, പരാജയപ്പെട്ട ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് നിങ്ങൾ വാർത്തയാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ഐഡിയും തന്നെ വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനകത്ത് വ്യക്തമായി അദ്ദേഹം പൊതുപ്രവർത്തനം നിർത്തുന്നു എന്ന് പറഞ്ഞ ഒരാളാണ്, അല്ലേ? ആ പൊതുപ്രവർത്തനം നിർത്തുന്നു എന്ന് പറഞ്ഞ് അത് കേരളത്തിൽ വലിയ വാർത്തയായ ശേഷം കേന്ദ്രത്തിൽ നിന്ന് ആരോ ഇടപെട്ട് പെട്ടെന്ന് അദ്ദേഹം അതിൽ നിന്ന് പുറകോട്ട് വലിയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പൊ പൊതുപ്രവർത്തനം നിർത്താൻ വെച്ചാൽ, ഒരു ഇലക്ഷന് തോറ്റ ശേഷം പൊതുപ്രവർത്തനം നിർത്താൻ തീരുമാനിക്കുന്ന ഒരാൾ BJPയുടെ അധ്യക്ഷനായി വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാണെന്നാണ് എന്റെ ഒബ്സർവേഷനിൽ, അത് ശരിയാണ്, അത് ഒബ്ജക്റ്റീവ്ലി കറക്റ്റുമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സങ്കീർണതകൾ ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റതിനായിരുന്നില്ല കേട്ടോ ലാൽകുമാർ, മന്ത്രിമാരെ നിശ്ചയിച്ച കൂട്ടത്തിൽ പേരില്ലാതിരുന്നപ്പോഴാണ്. അപ്പം അല്ല, കറക്റ്റ്, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ആണെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് ഒരാൾ പൊതുപ്രവർത്തനം നിർത്തുവാണോ? നമുക്ക് അങ്ങനെ ചോദിക്കാമല്ലോ, അല്ലെ? മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. ആ മന്ത്രിസ്ഥാനം കിട്ടാത്ത ഒരാൾ പൊതുപ്രവർത്തനം നിർത്തുന്നു എന്ന് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുക. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തു പബ്ലിക്കായിട്ട്. ഞാൻ നോക്കൂ, ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമില്ല, ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ഇടതുപക്ഷ രാഷ്ട്രീയമായിരിക്കും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിർത്തണമെന്ന് ഞാൻ ഇപ്പൊ വിചാരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ 3 പ്രാവശ്യം മത്സരിച്ച് മന്ത്രിയായിട്ടുള്ള ഒരാൾ ഈ പ്രാവശ്യം അദ്ദേഹത്തിനെ അവർ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് പൊതുപ്രവർത്തനം നിർത്തി എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്ന ഒരാളാണ് കേരളത്തിൽ അധ്യക്ഷനായി വരുന്നത്. എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിസ്റ്റ് ആണ് അദ്ദേഹം എന്നൊരു ക്രിറ്റിസിസം ഞാൻ ഉന്നയിച്ചാൽ എങ്ങനെ BJPയുടെ ഒരു നേതാവ് അതിനെ റിബട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം അതാണ് സത്യം. അപ്പം ഇവിടെ പല കോമ്പിനേഷനിലുള്ള ആളാണ്. ഇപ്പൊ കേരളത്തിൽ നോക്കൂ, സുരേന്ദ്രൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം, അതിനു മുമ്പ് V മുരളീധരൻ, ഇവരൊക്കെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്നു എന്നുള്ളൊരു ധാരണ അവര് തന്നെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അത് അവർ മെച്ചപ്പെട്ട പ്രവർത്തനമാണോ നടത്തിയിട്ടുള്ളത് എന്ന് ഞാനല്ല വിലയിരുത്തേണ്ടത്. യഥാർത്ഥത്തിൽ BJP പ്രവർത്തകരും BJP നേതൃത്വമാണ്. അതിനകത്ത് എനിക്കൊരു റോളില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. കാര്യം അദ്ദേഹത്തെ ഇപ്പം BJPയുടെ നേതൃത്വത്തിലുള്ളവർക്ക് യഥാർത്ഥത്തിൽ ഫ്രൂട്ട്ഫുൾ റിസൾട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി വന്നില്ല, പ്രോപ്പറായിട്ട് വന്നില്ല എന്നുള്ള വിമർശനമൊക്കെ ഉണ്ട്. അതിനൊക്കെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഒക്കെ അക്കൗണ്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ പുതിയൊരാളെ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. ആ പുതിയൊരാള് എത്രമാത്രം ജനകീയനാണ്? ജനകീയൻ എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. കാര്യം നമ്മൾ പാർലമെന്റ് മെമ്പറായി അല്ലെങ്കിൽ മന്ത്രിയായി എന്ന് പറയുന്ന ഒന്നും ജനകീയത ആകത്തില്ല. കാര്യം അത് അങ്ങനെയാണ്. അതിന്റെ ഒരു പൊളിറ്റിക്സിന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. എന്ത് പ്രവർത്തനമാണ് ആ ഒരു ബൂത്തിലെ അറിയാവോ? എത്ര ജില്ലാ പ്രസിഡന്റുമാരെ അദ്ദേഹത്തിന് അറിയാമോ എന്നൊക്കെ ചോദിച്ചാൽ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ BJPക്ക് അതിൽ മറുപടി പറയാൻ പറ്റും. ശ്രീ ലാൽകുമാർ, തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ശശി തരൂരിനെ വിറപ്പിച്ചല്ലോ. വലിയ രീതിയിൽ വോട്ട് നേടാനായിട്ടുണ്ട് എന്നുള്ളൊരു വലിയ ഘടകമല്ലേ? അല്ല, അതിന് ഞാൻ വേറൊരു രീതി പറയാം. അദ്ദേഹത്തിനോട് ഇപ്പം കേരളത്തിലെ 14 ജില്ലയിലെ പ്രസിഡന്റുമാരാരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യത്തിൽ BJPയുടെ ആരാന്ന്. അദ്ദേഹം അറിയത്തില്ലെന്ന് തന്നെ പറയാനേ സാധ്യതയുള്ളൂ.
അതൊരു കുറ്റമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന 14 ജില്ലയിലെ ആൾക്കാർ, സംഘടന അദ്ദേഹത്തിന് ഈ പാരച്യൂട്ട് ചെയ്ത് വന്നേക്കുന്ന ഒരാളാണ് ബേസിക്കലി, അല്ലെ? കേരള പൊളിറ്റിക്സിലേക്ക് പാരച്യൂട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ പാരച്യൂട്ട് ചെയ്ത് വന്നിരിക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ ഇത്രയും റിഫ്റ്റ് ഉള്ള ഒരു സംഘടന നിൽക്കുമോ? അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് സ്ഥാപിച്ചു തരാം. നോക്കൂ, കേരളത്തിൽ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ശക്തന്മാരിൽ ശക്തനായിട്ടുള്ള ഒരാളായിരുന്നു കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് ഭീകരമായ RSS ബാക്കിംഗ് ഉള്ള ഒരാളാണ്. അദ്ദേഹം BJP പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം വളരെ ശക്തമായി RSSുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് RSSന്റെ കാര്യാലയമായിട്ടും RSSകാരൻ തന്നെയാണ് അദ്ദേഹം. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേരളത്തിലെ BJPക്ക് അകത്തെ പൊളിറ്റിക്സിൽ നിന്ന് പിടിച്ചിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഗവർണറായി പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. RSSന്റെ പ്രവർത്തനത്തിൽ നിന്ന് പോയതാണ്. അപ്പൊ അങ്ങനെ കുമ്മനം രാജശേഖരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് കേരളത്തിന്റെ പൊളിറ്റിക്കൽ പൾസ് അറിയാവുന്ന ഒരാളാണ്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നിഷേധിക്കാൻ പറ്റാത്ത കാര്യം. താങ്കൾ പറയുന്നത് ശരിയാണ്. കുമ്മനത്തിന്റെ സ്ഥിതിയാകുമോ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനും ഇവിടുത്തെ മറ്റ് നേതാക്കൾ എത്രത്തോളം സഹകരിക്കും എന്നുള്ളൊരു സമസ്യ അവിടെ നിൽക്കുന്നു. പക്ഷേ എന്താകും പുതിയ കാലത്തെ പരീക്ഷണം, അതിൽ ദേശീയ നേതൃത്വം എന്താണ് കണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.